ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ ടിപ്സ് മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓമറോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ നെബുലൈസർ ആണ്. നെബുലൈസർ എന്താണെന്ന് അറിയാത്തവർക്കായി ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അതായത് ശ്വാസകോശത്തിലേക്ക് ബാഷ്പരൂപത്തിൽ മരുന്നുകൾ നൽകുന്നതിനുള്ള ഒരു ഉപകരണമാണ് നെബുലൈസർ. ആസ്മ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് തുടങ്ങിയ പല ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നെബുലൈസർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ, അതിമർദ്ദത്തിലുള്ള വായു, അൾട്രാസോണിക് പവർ എന്നിവ ഉപയോഗിച്ച് സംയുക്തങ്ങളെ ചെറിയ എയറോസോൾ കണികളാക്കി മുഖനാളത്തിലൂടെ അഥവാ വായിലൂടെയും നമ്മൾ ശ്വസിക്കാൻ നെബുലൈസർ സഹായിക്കുന്നു. വാതകത്തിന്റെയും ഖര അല്ലെങ്കിൽ ദ്രാവക കണികളുടെയും മിശ്രിതമാണ് എയറോസോൾ എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥ വ്യതിയാനവും അതിന്റെ ഭാഗമായി എല്ലാവരിലും അസുഖങ്ങളും പനിയും ചുമയും കഫക്കെട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടികളാണ്. അവരുടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും കഫക്കെട്ടും ഒത്തിരി നാളുകളായി നീണ്ടു നിൽക്കുന്നത് ഒത്തിരി കുഞ്ഞുങ്ങളുടെ അമ്മമാരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ നെബുലൈസർ. നെബുലൈസറിൽ ഉപയോഗിക്കേണ്ട ദ്രാവക രൂപത്തിലുള്ള മരുന്ന് വരുന്നത് ഒരു ചെറിയ കണ്ടെയ്നറിലാണ്. അതിന്റെ പേര് റെസ്പ്യൂൾസ് എന്നാണ്. ഒരു വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഈ റെസ്പ്യൂൾസിൽ വരുന്ന മരുന്ന് ഒരു നേസൽ സൊല്യൂഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സൊല്യൂഷനിൽ അലിയിച്ച് ചേർത്താണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെടുത്ത മരുന്ന് ഈ കാണുന്ന മാസ്കിന് താഴെയുള്ള ഈ ചെറിയ കണ്ടെയ്നറിലാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. മരുന്ന് ഇതിലേക്ക് പകർത്തിയതിനു ശേഷം ഉറപ്പായിട്ടും ഈ കണ്ടെയ്നർ നല്ല രീതിയിൽ മുറുക്കി അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നെബുലൈസർ ഉപയോഗിക്കുന്നതിലൂടെ ശ്വാസനാളത്തിൽ ജലാംശം നൽകുവാനും ശ്വാസകോശത്തിലെ മ്യൂക്കസ് അഥവാ കഫം നേർത്തതാക്കുവാനും സഹായിക്കുന്ന ഒരു സോൾട്ട് സൊല്യൂഷനാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ശ്വാസനാളിയിലെ ജലാംശം ശ്വാസകോശത്തിൽ നിന്ന് മ്യൂക്കസ് നീക്കാൻ ശ്വാസനാളത്തെ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ശ്വാസകോശത്തെ ആരോഗ്യമായി നിലനിർത്തുവാനും ശ്വാസകോശം സംബന്ധമായ അണുബാധകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും സഹായിക്കും. നെബുലൈസർ മാസ്ക് ഉപയോഗിക്കേണ്ട രീതിയാണ് ഈ കുട്ടി ഈ വീഡിയോയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. മാസ്ക് നല്ല രീതിയിൽ തന്നെ മുഖത്തോട് ചേർന്നിരിക്കുകയും അതിന്റെ വശങ്ങളിലൂടെ ഈ മരുന്ന് നഷ്ടപ്പെടാതിരിക്കുവാനും നല്ല രീതിയിൽ കറക്റ്റായി വെക്കുക. അതിനുശേഷം ചെവിയുടെ മേൽഭാഗത്തിലൂടെ ഈ ടാഗ്, നമ്മൾ മാസ്കിൽ കാണുന്ന ടാഗ് നന്നായി കോർത്തിടുക. അതിനുശേഷം നെബുലൈസർ മാസ്കിന്റെ മറുവശം നല്ല രീതിയിൽ തന്നെ മുറുക്കി ടൈറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. നെബുലൈസർ മാസ്കിന്റെ രണ്ടറ്റവും നല്ല രീതിയിൽ തന്നെ മുറുക്കി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നെബുലൈസർ ഓണാക്കാൻ പാടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നെബുലൈസർ ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ റിസ്ക് എടുക്കുകയോ സ്വയം ചികിത്സ നടത്തുകയോ ചെയ്യരുത്. അതിനുവേണ്ടി ഒരു നല്ല പീഡിയാട്രിഷ്യനെയോ അല്ലെങ്കിൽ ഒരു നല്ല പൾമണോളജിസ്റ്റിനെയോ നിങ്ങൾ കാണുക. ശ്വാസകോശ വിദഗ്ധന്മാരോ അല്ലെങ്കിൽ ശിശുരോഗ വിദഗ്ധന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അളവ് നിശ്ചയിക്കാൻ പാടുകയുള്ളൂ. ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. കാരണം നമ്മുടെ നാട്ടിൽ സ്വയം ചികിത്സ കൂടുതലും അതുപോലെ തന്നെ നമ്മളുടെ അയൽവാസിയായ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന അതേ ഡോസേജ് തന്നെയാണ് നമ്മളുടെ കുട്ടികൾക്കും ആവശ്യമുള്ളതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പല മാതാപിതാക്കളും നെബുലൈസറും അതുപോലുള്ള ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത്. ഈ പ്രവണത നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ആരോഗ്യ ജീവിതത്തെ സാരമായി ബാധിക്കുവാനും സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഇനി ഇതുപോലുള്ള വീഡിയോ ലഭിക്കുവാനായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്